യെസ്, അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പുതിയ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലൂടെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പലതും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അല്ലെ. പ്രേക്ഷകർ കാത്തിരുന്ന വാർത്ത അല്ലെ. അതെ, എന്ത് പറ്റി സ്വർണ്ണപ്പാളി ഇത് വെള്ളത്തിൽ മുങ്ങിപ്പോവരുതെന്നായിരുന്നു പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥന. എന്തായാലും അതങ്ങനെ മുങ്ങിപ്പോകാൻ എളുപ്പം മുങ്ങിപ്പോകുന്ന ഒന്നല്ല, പ്രത്യേകിച്ച് സ്വർണ്ണത്തിന്റെ വില കൂടി കണക്കിലെടുക്കണം. യെസ്, അപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, പോറ്റി എന്തൊക്കെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത്, അതിന് ആർക്കൊക്കെ കുരുക്കാവും എന്നൊക്കെയാണ് നമ്മൾക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്കിതിൽ അറിയേണ്ട ഒരു കാര്യം, ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ആ ഗൂഢാലോചന എവിടെ നടന്നു, എപ്പോൾ നടന്നു, ആരൊക്കെയാണ് നടത്തിയത് എന്നുള്ളതാണ്. യെസ്, അതിനൊരു ഉത്തരം പോറ്റി തന്നെ മൊഴിയായി പറയുന്നുണ്ട്. ബംഗളൂരുവിലാണ് ഈ ഗൂഢാലോചന നടന്നത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും പുതിയ മൊഴി പ്രകാരം പുറത്തു വരുന്ന വിവരം. അത് പോറ്റിയുടെ കൂടെ 5 പേർ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. താൻ ചെറിയ കണ്ണി മാത്രമെന്നും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയത് മറ്റുള്ളവരൊന്നും അദ്ദേഹം SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മൊഴി നൽകുന്ന കാര്യത്തിൽ പറഞ്ഞു താൻ ചെറിയ കണ്ണിയാണ്, താൻ മാത്രമല്ല എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് കാര്യമായ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പോറ്റി പറഞ്ഞു വെക്കുന്നത്. സിനിമയില് പിന്നെ മോഹൻലാലും പിന്നെ ശ്രീനിവാസനും പറഞ്ഞ ഞങ്ങൾ ഒറ്റക്കല്ല സാർ എന്ന് പറഞ്ഞ മാതിരി. മാത്രമല്ല, എനിക്ക് കാര്യമായ ലാഭം കിട്ടിയിട്ടില്ല എന്ന് കൂടിയാണ് പറയുന്നത്. ശരി, എന്തായാലും ചോദിച്ചു നോക്കാം, പോറ്റിയുടെ ഈ മൊഴി എത്രത്തോളം ആളുകളെ ഇനി കൊടുക്കും, എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വഴികൾ എന്ന് ചോദിക്കാം. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷിജോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ പോറ്റിയുടെ മൊഴികളാണ് ഇന്നലെ മുതൽ ചർച്ചാ വിഷയം. തനിക്ക് കാര്യമായ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല, മാത്രമല്ല കൂടെ 5 പേരുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇനി 5 പേരാരാണ്, അവരിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. 5 പേരെ കൂടെ കുടുക്കിയിട്ടുള്ള പോറ്റിയുടെ മൊഴിയാണ്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ മൊഴികൾ നൽകുന്നു, അതിൽ നിന്ന് അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള അന്വേഷണം എങ്ങനെയായിരിക്കും ഷിജോ? ആരാണ് 5 പേർ? ജിൽസി, നൗഫൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നൗഫൽക്ക പറഞ്ഞത് തന്നെയാണ് ശരി. സിനിമ ഡയലോഗ് പോലെ, സാറേ ഞാൻ മാത്രമല്ല അവന്മാരും ഉണ്ട്, എനിക്ക് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള സിനിമ ഡയലോഗ് പോലെയാണ് പോറ്റി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ മണിമണിയായിട്ട് ഓരോ മൊഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ മണിക്കൂറിലും ഇങ്ങനെ കഴിഞ്ഞ ഏതാണ്ട് പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ഏതാണ്ട് 24 മണിക്കൂറോളം കൃത്യമായിട്ട് കുറേയധികം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് പോറ്റിയെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് അവിടുന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് 14 ദിവസത്തേക്ക് ഇപ്പോൾ പോറ്റിയെ കോടതി കസ്റ്റഡിയിലേക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ ദിവസങ്ങൾ കസ്റ്റഡിയിൽ വിട്ടിട്ട് 24 മണിക്കൂർ പോലും ആകുന്നില്ല. അതിനിടയിൽ തന്നെ നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും പോറ്റി ഇപ്പോൾ തന്നെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതൊന്നും അറിയാതെ ഏറ്റവും നിഷ്കളങ്കനായിരുന്ന ആളല്ല, എന്നാൽ ഇന്നിപ്പോൾ പോറ്റി ആദ്യഘട്ടത്തിൽ താൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, തനിക്ക് ഒന്നും മറയ്ക്കാനില്ല എന്നൊക്കെയാണ് നമ്മൾ മാധ്യമങ്ങൾ പോറ്റിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോറ്റി പറഞ്ഞിരുന്നത്. താൻ ഒരു സാധാരണക്കാരനാണ്, തനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് വീണ്ടും വാക്കി വന്ന് നിൽക്കുന്നത്, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള വളരെ നിഷ്കളങ്കമായിട്ടുള്ള മറുപടിയായിരുന്നു പോറ്റി അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ക്രൈംബ്രാഞ്ച് ചോദിക്കേണ്ടതുപോലെ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പോറ്റി ഇതിനകത്തുനിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതിലേറ്റവും നിർണായകമായത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലാണ് എന്നുള്ള മൊഴി ഇപ്പോൾ പോറ്റി ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. ബംഗളൂരുവിലും ചെന്നൈയിലും അതുപോലെ തന്നെ ഹൈദരാബാദിലേക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ സാധൂകരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് SITക്ക് മൊഴിയായിട്ട് നൽകിയിട്ടുള്ളത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലാണ്. താൻ മാത്രമല്ല 5 പേരടങ്ങുന്ന ഒരു സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 5 പേരടങ്ങുന്ന സംഘം ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പോറ്റി കൃത്യമായിട്ടുള്ള പേര് വിവരങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പോറ്റി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 2019 മുതൽ ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണോ അവരെയെല്ലാം ഈ പറയുന്ന മുരാരി ബാബുവിനെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന അനിൽകുമാറിനെയും അടക്കമുള്ള ഒരു 10 ഉദ്യോഗസ്ഥരുടെ പേര് നിലവിൽ SITക്ക് മുമ്പാകെയുണ്ട്. അപ്പോൾ ഇതിന്റെ ഭരണസമിതിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു, ഇതൊക്കെ ഈ പറയുന്ന SITക്ക് അറിയാം. പക്ഷേ ആ പേര് വിവരങ്ങൾ കൂടി ഇനിയിപ്പോൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ നൽകണം. അതായത്